ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട സാഗ്രോസ് എന്നറിയപ്പെടുന്ന ചാരക്കപ്പൽ അമേരിക്ക ആക്രമിച്ച് കടലിൽ മുക്കിയെന്നുള്ള വാർത്ത വന്നിരുന്നു. യഥാർത്ഥത്തിൽ ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ഇറാൻ അറിയിച്ചു. അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അന്താരാഷ്ട്ര കടലിൽ അതിൻ്റെ ദൗത്യം അത് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇറാൻ അറിയിച്ചിട്ടുള്ളത്. ഇതാണ് സാഗ്രോസ് എന്നറിയപ്പെടുന്ന ഇറാന്റെ ചാരക്കപ്പലാണിത്. ഈ ചാരക്കപ്പൽ ഇപ്പോഴും അതിൻ്റെ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നു. അതിന് ആക്രമണങ്ങളോ ഒന്നും നേരിട്ടില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഇറാൻ അറിയിക്കുകയുണ്ടായി. ഇറാന്റെ പരിസരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കപ്പലുകൾ, മുങ്ങിക്കപ്പലുകൾ തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അതിൽ നിന്നെല്ലാം വരുന്ന സിഗ്നലുകൾ അതെല്ലാം ചോർത്തിയെടുക്കുക എന്നതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ദൗത്യം. എന്നാൽ വളരെ അടുത്ത സമയം തന്നെ ഇറാനുമായി അമേരിക്ക യുദ്ധത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാഖിന് അങ്ങനെയുള്ള ഒരു നിർദ്ദേശം അമേരിക്ക നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇറാഖിലെ അൽ മദ എന്ന് പറയുന്ന പത്രമാണ് അവിടുത്തെ സർക്കാരിന് അമേരിക്ക സൂചന നൽകിയിട്ടുണ്ട് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. മാത്രമല്ല ഇന്ന് ഉർദുഖാന്റെ ഉപദേഷ്ടാവ് അങ്ങനെയുള്ള ഒരു അമേരിക്കയുടെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇറാൻ പൂർണ്ണമായ രൂപത്തിൽ തയ്യാറെടുക്കാൻ മിസൈൽ ഡിവിഷനോടെല്ലാം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു അമേരിക്കയുടെ ആക്രമണം ഉണ്ടായാൽ അതിശക്തമായ തിരിച്ചടിയായിരിക്കും. ആ തിരിച്ചടിയിൽ എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല എന്ന രീതിയിലാണ് ഇറാൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അടിയന്തരമായി UN കത്തയച്ചിരിക്കുകയാണ്. അമേരിക്ക ഏതെങ്കിലും രൂപത്തിലുള്ള ആക്രമണം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അതിശക്തമായിരിക്കും. അങ്ങനെ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദി അമേരിക്ക മാത്രമായിരിക്കുമെന്ന് ഉള്ള കത്താണ് ഇന്ന് UN നൽകിയിരിക്കുന്നത്. ഇറാൻ ഏത് രൂപത്തിലുള്ള തിരിച്ചടികൾക്കും സജ്ജമാണ് എന്നാണ് ഈ കത്തിന്റെ സൂചന. കഴിഞ്ഞ ദിവസം നമുക്കറിയാം അമേരിക്ക ഹൂത്തികൾക്കെതിരെ അതിശക്തമായ ആക്രമണം നടത്തിയിരുന്നു. ഹൂത്തികൾക്ക് നേരെ 2 തവണ ആക്രമണം നടത്തിയപ്പോൾ അമേരിക്കയുടെ USS ഹാരി ട്രൂമാൻ എന്നറിയപ്പെടുന്ന എയർക്രാഫ്റ്റ് കാരിയർ വിമാനവാഹിനി കപ്പലിന് നേരെ 3 തവണയാണ് ഹൂത്തികൾ തിരിച്ചടിച്ചത്. ഈ 3ാമത്തെ തവണ പ്രഭാതത്തോടടുത്ത സമയത്തുള്ള തിരിച്ചടിയിൽ അമേരിക്കയുടെ കപ്പലിന് 2 മിസൈലുകൾ പതിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ യമനിന്റെ അതിർത്തിയോട് ചേർന്ന് നിന്നിരുന്ന ഹാരി ട്രൂമാൻ ഇപ്പോഴുള്ളത് 1300 കിലോമീറ്റർ അകലെയാണ്. എന്ന് പറഞ്ഞാൽ ആ മിസൈലുകൾ വരുമ്പോൾ അതിനെയെല്ലാം തടുക്കാൻ പറ്റുന്ന അത്രയും ദൂരേക്ക് എത്തിയിരിക്കുന്നു എന്നാണ്. പക്ഷെ 1300 കിലോമീറ്റർ അകലെ പോയാൽ പിന്നെ യമനിനെ ആക്രമിക്കാൻ ആ കപ്പൽ കൊണ്ട് സാധിക്കുകയില്ല. കാരണം അവിടെയുള്ള F-16 തുടങ്ങിയ യുദ്ധവിമാനങ്ങൾക്ക് ഇത്രയും ദൂരെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ആക്രമിക്കാൻ കഴിയില്ല. അതിനിടയിൽ ഇന്ധനം ആവശ്യമായി വരും. എന്നാൽ ഹൂത്തികളുടെ 3ാമത്തെ തിരിച്ചടിക്ക് ശേഷം അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിട്ടില്ല എന്നത് ഹാരി ട്രൂമാന് അപകടങ്ങൾ സംഭവിച്ചോ എന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മെ എത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ട്രംപ് നടത്തിയ പ്രസ്താവന യഥാർത്ഥത്തിൽ ഹൂത്തികളുടെ മുന്നിലുള്ള പരാജയമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇനി ഹൂത്തികൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ ആക്രമണങ്ങളുടെ ഉത്തരവാദി ഇറാൻ ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. ഇറാൻ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ്, ഇറാന്റെ നിർദ്ദേശം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ആക്രമിക്കുന്നത്. അതുകൊണ്ട് ആ ആക്രമണങ്ങളെ, ഹൂത്തികളുടെ ആക്രമണങ്ങളെല്ലാം ഇറാന്റെ ആക്രമണമായി പരിഗണിച്ച് ഇറാന് നേരെ സൈനിക നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഹൂത്തികൾ ആക്രമിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യമായ കാഴ്ചപ്പാടുകളാണ്. അതിൽ ഇറാന് യാതൊരു പങ്കുമില്ല എന്നാണ് ഇറാൻ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു പ്രസ്താവനയെ നമുക്ക് 2 നിലയിൽ വായിക്കാൻ സാധിക്കും. അതായത് ഹൂത്തികളുടെ പ്രതികരണം ശക്തി കുറക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശമാണിത്. ആ ഇറാൻ ആക്രമിക്കുമെന്ന് പറയുമ്പോൾ ഇറാൻ ഇടപെട്ട് അത്ര ശക്തമായ ആക്രമണങ്ങൾ അവരുടെ എയർക്രാഫ്റ്റ് കാരിയറുകൾക്ക് എതിരെ ഉണ്ടാകരുത് എന്ന നിർദ്ദേശം ഇറാൻ ഹൂത്തികൾക്ക് നൽകാൻ വേണ്ടി കൂടെയാണ് ഇങ്ങനെയുള്ള ഒരു ശക്തമായ ഒരു പ്രസ്താവന നടത്തിയത് എന്ന് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാം. അതല്ല എങ്കിൽ ഇറാന് നേരെ ആക്രമിക്കാനുള്ള വഴി കണ്ടെത്തുന്നു എന്നും വേണമെങ്കിൽ മനസ്സിലാക്കാം. അതുമല്ല എങ്കിൽ ഇറാനെ ചർച്ചയിലേക്ക് നിർബന്ധപൂർവ്വം ക്ഷണിക്കുക എന്നതും ഇതിന്റെ പിന്നിലുണ്ട്. കാരണം ഇറാന് ട്രംപ് കത്തയച്ചിരുന്നു, ഒന്നിരിക്കെ ചർച്ചയിലേക്ക് വരിക, അതല്ല എങ്കിൽ ആക്രമണം നേരിടുക എന്നാണ്. പക്ഷേ ഭീഷണിയുടെയും വിദ്വേഷത്തിന്റെയും രീതിയിൽ പ്രതികരിക്കുന്ന അമേരിക്കയുമായി ഞങ്ങളൊരു ചർച്ചക്കും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്നായിരുന്നു ഇതിന് പ്രതികരണമായി ഇറാൻ പറഞ്ഞത്. ആ ചർച്ചയിലേക്ക് ഇറാൻ വന്നിട്ടില്ല. എന്നാൽ ചർച്ചയ്ക്ക് വരാൻ അവരെ നിർബന്ധിപ്പിക്കുകയാണോ ഇത് എന്നും നമുക്ക് ചിന്തിക്കാനുള്ള സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. അതേസമയം മറ്റൊരു നിലയിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ ഹൂത്തികൾക്കെതിരെ ആക്രമണം നടത്തുക എന്നത് അത്ര വലിയ കാര്യമല്ല. കാരണം അങ്ങനെ ആക്രമണം നടത്തിയാലും അവരെ എത്ര തന്നെ ആക്രമിച്ചാലും ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നതിലപ്പുറം ഇനി എന്ത് നേടിയെടുത്താലും ഇറാൻ ഇപ്പോഴും പൂർണ്ണമായ സുരക്ഷയോടുകൂടെ നിലനിൽക്കുകയാണ് എങ്കിൽ ഹൂത്തികൾ ഇനിയും ശക്തി ആർജിക്കും. കാരണം ഈ ഒരു ആക്രമണം അവസാനിച്ചാൽ
വീണ്ടും അവിടെ ആയുധങ്ങളെത്തും, അവരുടെ എല്ലാ സംവിധാനങ്ങളും അവിടെ പുനർജീവിക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഊത്തികളെ ആക്രമിക്കുന്നതിൽ പ്രസക്തിയില്ല. ഇറാനെ ആക്രമിക്കുകയാണ് വേണ്ടത്, ഇറാന്റെ സംവിധാനങ്ങളെയാണ് ആക്രമിക്കേണ്ടത്. അതിലേറെ വലിയ പ്രധാനപ്പെട്ട കാര്യം ഇറാൻ ആണവ ശക്തിയായി മാറുന്നു എന്നതാണ്. ഇത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ആണവായുധങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഏത് നിലയിലും തടയണം, അത് ബ്ലോക്ക് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അമേരിക്കയും ഇസ്രയേലും കാണുന്നു. ആ രീതിയിലുള്ള ആക്രമണങ്ങൾക്കും സാധ്യതയുണ്ട്. ഇന്ന് ഇസ്രായേൽ ഗസയുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചതിന് ശേഷം അതിശക്തമായ ബോംബിംഗ് ആണ് ഗസയിൽ നടത്തിയിരിക്കുന്നത്. 400-ലധികം ആളുകളാണ് സാധാരണക്കാർ കൊല്ലപ്പെട്ടത്. അവിടെ എടുത്തു പറയേണ്ട കാര്യം സറായൽ ഖുദ്സ് എന്നറിയപ്പെടുന്ന അവിടെയുള്ള ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ്, ആ മിലിറ്റന്റ് ഗ്രൂപ്പിന്റെ നേതാവ് അബു ഹംസ, അവരുടെ സ്പോക്സ്മാൻ ആയിരുന്നു അത്. ആ സ്പോക്സ്മാൻ ഇന്ന് അദ്ദേഹത്തിന്റെ കുടുംബസമേതം ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ മരണപ്പെട്ടു എന്ന വാർത്ത വരുന്നു. എന്നാൽ ഈ ആക്രമണം വളരെ ശക്തമായ രൂപത്തിലാണ് ഇസ്രായേൽ കൊണ്ടുപോകുന്നത്. ഗസയിലും സിറിയയിലും ഇസ്രായേൽ സൈനിക നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അമേരിക്ക ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്കും ഗസയിലും സിറിയയിലും ഇസ്രായേലിന്റെ ആക്രമണങ്ങളും ഇങ്ങനെ രണ്ട് തലങ്ങളിലൂടെ ഈ യുദ്ധം നീങ്ങാനുള്ള സാഹചര്യങ്ങളും നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ അടുത്ത സമയങ്ങളിലൊക്കെ ഇസ്രയേൽ ഡമസ്കസിൽ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് അത്തരത്തിലുള്ള ചില സൂചനകളും നൽകുന്നുണ്ട്. മാത്രമല്ല തുർക്കി എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ സജീവമായി അവിടെ വിന്യസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും വരുന്നു. ഇതെല്ലാം ഒരു മിഡിൽ ഈസ്റ്റിലെ ഒരു വൻ യുദ്ധത്തിന്റെ സൂചനയാണ് നമുക്ക് മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്.